അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിം വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രൗഢവും ശ്രദ്ധേയവുമായ ഈ സംഗമത്തിൻ്റെ സമാദരണീയമായ അധ്യക്ഷത വഹിക്കുന്ന ഉസ്താദ് അമീൻ മാഹി അവറുകൾ ഈ ശ്രദ്ധേയമായ പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും സമ്പാദകനുമൊക്കെയായ എം അക്ബർ സാഹിബ്, ഇല്യാസ് മൗലവി, പി മുഹമ്മദ് മദനി അടക്കം ബഹുമാന്യരായ നിരവധി വ്യക്തിത്വങ്ങളുടെ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള ഏറെ പ്രസക്തമായ ഒരു സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള ശ്രമകരമായ ഒരു ദൗത്യത്തിനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ആശങ്കയോടുകൂടിയാണ് ഞാനത് നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതും. വളരെ കനപ്പെട്ട ഒരു പുസ്തകം, പേജുകൾ കുറച്ചേ ഉള്ളൂവെങ്കിലും ആശയസമ്പന്നമായ, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് ഏറെ അനിവാര്യമായ ഒരു പുസ്തകം. മതങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ അടിവേരുകൾ പരിശോധിച്ച് ഏറെ ശ്രമകരമായൊരു ദൗത്യത്തിനൊടുവിലാണ് എം അക്ബർ സാഹിബ് അത് നിർവഹിച്ചിട്ടുള്ളത് എന്ന് ആ പുസ്തകത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പുസ്തകത്തിന് ചെറിയൊരു അവതാരിക എഴുതാനും സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ മുദ്രാവാക്യം ഇതിനോടകം തന്നെ കേരളത്തിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. പലരും പറയുന്നതൊരു പ്രകോപനപരമായ ഒരു സ്ലോഗനാണ്. പുസ്തകത്തിൻ്റെ പേര് മതങ്ങളെല്ലാം ഒന്നല്ല, വേദങ്ങളെല്ലാം ദൈവീകമല്ല എന്ന് പറയുമ്പോൾ പുതിയ ഇന്ത്യയിൽ അതൊരു പ്രകോപനപരമായ മുദ്രാവാക്യമാണ്, ഒരു സ്ലോഗനാണ്, ഒരു പ്രമേയമാണ് എന്നാണ് പലയിടങ്ങളിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മതങ്ങളൊക്കെയും ഒന്നാണ് എന്നുള്ള ഷുഗർ കോട്ടഡായിട്ടുള്ള ആശയം പുതിയ ഇന്ത്യയിൽ റിസ്ക് ഇല്ലാതെ മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രമേയമാണിത്. കാരണം എല്ലാവരോടും ഒപ്പം ചേർന്ന് നിന്ന് അവർക്കൊപ്പം സഞ്ചരിച്ചു എന്ന് വരുത്തി സുഖകരമായ ജീവിതത്തിന് ഏറെ ജനപ്രിയമായ ഒരു മുദ്രാവാക്യമാണ് സർവമത സത്യവാദം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം. അതിനെതിരിലാണ്, അതിൻ്റെ പൊള്ളത്തരവും ആശയരാഹിത്യവും തുറന്നുകാട്ടിയാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം സമഗ്രമാണ്, സമ്പൂർണമാണ്, സാർവകാലികമാണ്, സാർവജനീനമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ ആ സമഗ്രതയെ, സമ്പൂർണതയെ, അതിൻ്റെ ആശയ പൊലിമയെ വരച്ചിടുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഇവിടെ ഈ പുസ്തകത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടത് പോലെ അതിൽ ഒരു പ്രകോപനമുണ്ട് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ വന്ന സമയം മുതൽ ചർച്ചകൾ നടക്കുകയാണ്. എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യാൻ, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ ഒരു നല്ല വിശ്വാസി ആയിരിക്കവേ തന്നെ മനുഷ്യന് സാധിക്കും എന്നുള്ളതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. എല്ലാ മതങ്ങളെയും നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കും, എല്ലാ മതങ്ങളെയും ആദരിക്കാൻ സാധിക്കും, ഒപ്പം നല്ല ഒരു വിശ്വാസിയായിരിക്കുവാനും നമുക്ക് സാധിക്കും. ഇന്ത്യയുടെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഒരു ബഹുമത സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ മതങ്ങൾ, ഭാഷകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ ഉള്ള ഒരു രാഷ്ട്രത്തിൽ നമ്മുടെ ഭരണഘടനയുടെ 25-ാം വകുപ്പ് ഉറപ്പ് നൽകുന്നത് പോലെ ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, അത് വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാം.
എല്ലാ മതങ്ങളെയും നമുക്ക് ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ഒരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയും എന്നുള്ളതിന് ആരും എതിരാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഒരാളും എതിരല്ല. ഈ പുസ്തകമോ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ മുദ്രാവാക്യമോ അതിനെയല്ല സൂചിപ്പിക്കുന്നത്. മറിച്ച് യുക്തിരഹിതമായ പരിശുദ്ധമായ ഖുർആൻ വന്നിട്ടുള്ളത് എല്ലാം ശരി എന്നുള്ളതല്ല, എല്ലാം ശരി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടല്ല, ശരിക്കും ഏതാണ് ശരിയായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ തന്നെ വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഈ പുസ്തകത്തിൽ 8 അധ്യായങ്ങൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ അവരുടെ വിശ്വാസവും ആചാരവും നിലകൊള്ളുന്ന ഈ നാട്ടിൽ എല്ലാ മതങ്ങളെയും അവയുടെ മൂല്യങ്ങളെയും ആദരിച്ചുകൊണ്ടും മതവിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിന് കൽപ്പിക്കുന്ന മൗലികത നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. സർവമത സത്യവാദം യുക്തിപരമായോ മതപരമായോ ഒരു മതവിശ്വാസിക്കും യോജിച്ചു പോകാവുന്ന ഒരാശയമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനോടുള്ള വിശ്വാസപക്ഷത്ത് നിന്നുകൊണ്ടുള്ള, വിശിഷ്യ ഇസ്ലാമിക പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് MM അക്ബർ സാഹിബ് രചിച്ച ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകത്തിലൂടെ പറയുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പേജുകളുടെ വലിപ്പം കൊണ്ടല്ല, ആശയത്തിൻ്റെ വലിപ്പം കൊണ്ടാണ് ആ പുസ്തകം പ്രസക്തമാകുന്നത്. ഈ പുസ്തകവുമായും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഉണ്ടായ നെഗറ്റീവും പോസിറ്റീവുമായ പ്രതികരണങ്ങൾ ഇത്തരമൊരു പുസ്തകം ഏറെ പ്രസക്തമാണ് എന്നതിലേക്ക് സൂചന നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില കേന്ദ്രങ്ങളിൽ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവും ഈ പുസ്തകം ഉയർത്തിപ്പിടിക്കുന്ന ആശയവും ചർച്ച ചെയ്യപ്പോൾ തന്നെ ഉണ്ടായ അസ്വസ്ഥത തീർച്ചയായും പ്രത്യേകിച്ച് ഇസ്ലാമിക പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഇത്തരം പ്രതിരോധങ്ങളെ അസ്വസ്ഥരായ മനുഷ്യർ എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിനെ സൂചിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പുസ്തകത്തിലൂടെ കടന്നുപോയ ഒരാൾ എന്ന നിലയിൽ ഇതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഒരു ചെറിയ പരിചയപ്പെടുത്തൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. 8 അധ്യായങ്ങളിലായി സർവമത സത്യവാദം, സർവവേദ സത്യവാദം എന്ന ആശയത്തെ ഇഴകീറി പരിശോധിക്കുകയും അതിൻ്റെ പൊള്ളത്തരങ്ങളെയും യുക്തിയില്ലായ്മയും വ്യക്തമാക്കുകയുമാണ് ഈ പുസ്തകം ചെയ്യുന്നത്. മറ്റ് പുസ്തകങ്ങൾക്കെതിരായ ഒരു പുസ്തകമല്ല, മറ്റ് മതങ്ങൾക്കെതിരായ ഒരു പുസ്തകമല്ല. ഈ പുതിയ മതത്തെ മറ്റ് മതങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. മതവിശ്വാസികൾക്ക് പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും ലോകത്തെ പ്രധാന മതങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘു പഠന കൃതി കൂടിയാണ് ഈ പുസ്തകം. എന്താണ് ഓരോ മതങ്ങളിലെയും ആശയങ്ങൾ? അവ ഒന്നാണോ? വ്യത്യസ്തമെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? എന്താണ് ഓരോ മതവും മുന്നോട്ട് വെക്കുന്ന ദൈവ സങ്കല്പം? അവ ഒന്നാണോ വ്യത്യസ്തമാണോ? എന്താണ് ഓരോ മതവും നന്മ തിന്മയെ നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം? എന്താണ് പരലോകത്തെപ്പറ്റി, രക്ഷാശിക്ഷകളെപ്പറ്റി ഓരോ മതവും പറയുന്നത്? ഇതൊക്കെയാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഇങ്ങനെയുള്ള വ്യത്യസ്തതകൾ ഒന്നാണ് എന്ന് പറയുന്നതിലെ യുക്തിരാഹിത്യമാണ് ഈ പുസ്തകത്തിലൂടെ അക്ബർ സാഹിബ് ചൂണ്ടിക്കാണിക്കുന്നത്, വരച്ചു കാട്ടുന്നത്. മറ്റൊന്ന് വേദങ്ങളാണ്. ഈ കൃതിയിൽ വേദങ്ങൾ എന്ന് പരാമർശിക്കുന്നത് മതഗ്രന്ഥങ്ങളെയാണ്. എല്ലാം ദൈവികം ആണ് എന്ന വാദം ഒരു മതത്തിലുമില്ല. അത് യുക്തിപരമായി ശരിയാവുകയുമില്ല. വ്യത്യസ്ത മതഗ്രന്ഥങ്ങളെ ആദരിച്ചുകൊണ്ട് തന്നെ അവ എങ്ങനെ വ്യത്യസ്തമാകുന്നു, അവയുടെ സന്ദേശവും സാരവും എങ്ങനെ വ്യതിരക്തമാകുന്നു, അതെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്നുള്ളതാണ് എന്ന വാദം ശരിയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് സുവ്യക്തമായി ഈ കൃതിയിൽ വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ, വ്യത്യസ്തമായി നിലനിൽക്കേണ്ടത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. മനുഷ്യർ എന്ന നിലയിൽ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ മതങ്ങൾ ഒന്നാകണം എന്നുള്ള ആശയം ഒരിക്കലും ശരിയല്ല. മതങ്ങൾ ഒന്നാവേണ്ടതില്ല, അതൊരിക്കലും സാധ്യവുമല്ല. അത് ഓരോ മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കത്തിവെക്കലാണ് എന്നാണ് ഈ കൃതിയുടെ ആകത്തുക. അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഈ പുസ്തകം കേരളത്തിൽ ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഇല്യാസ് മൗലവി സൂചിപ്പിച്ചതുപോലെ വായന പതിയെ ഇല്ലാതാകുന്നു. ഈ റീഡിംഗ് ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പുസ്തകം ഡിജിറ്റലൈസ് ചെയ്യപ്പെടണം, ഇത് വിഷ്വലൈസ് ചെയ്യപ്പെടണം, ഇത് മറ്റ് ഭാഷകളിൽ കൂടി
അത് മറ്റ് രാജ്യക്കാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പുതിയ ലോകത്തെ വിദ്യാർത്ഥികൾ, പുതിയ തലമുറ ഇംഗ്ലീഷ് ഭാഷയിൽ കൂടി ലഭ്യമാകുന്ന പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിൽ കൂടി ഈ പുസ്തകം പരിചയപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. മാനവികതയുടെ, മത സഹിഷ്ണുതയുടെ, അങ്ങനെ മനോഹരമായ ജനപ്രിയമായ മുദ്രാവാക്യങ്ങളുടെ മറവിൽ മതങ്ങളുടെ, വിശിഷ്യ ഇസ്ലാം എന്ന സാർവകാലികമായ സമഗ്രമായ ജീവിത പ്രത്യയശാസ്ത്രത്തിൻ്റെ കടക്കൽ കത്തിവെക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ തീർച്ചയായും എക്കാലത്തും ഇസ്ലാം ഇത്തരത്തിലുള്ള കടുത്ത പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. സർവമത സത്യവാദം എന്ന് പറയുന്ന ആശയം നമ്മൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതങ്ങളെല്ലാം മതമേതായിരുന്നാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു സർവമത സത്യവാദത്തിൻ്റെ സ്ലോഗൻ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദ 1889 പ്രസംഗം എന്നാണ് എൻ്റെ ഓർമ്മ. ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിലെ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയതും മതങ്ങളെല്ലാം സത്യമാണ് എന്നുള്ള അക്ബർ ചക്രവർത്തിയുടെ ദീനെ ഇലാഹിയും അത്തരത്തിലുള്ളൊരു ആശയത്തെ, അതുകൊണ്ട് ഇതൊരു പുതിയതെങ്കിലും നൂതനമെന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ലാത്ത, വളരെ പഴക്കമുള്ള, ജനപ്രിയമായ, ആർക്കും പരുക്കുപറ്റാതെ, റിസ്ക് ഇല്ലാതെ സുഖകരമായി ജീവിക്കാൻ കഴിയുന്ന, പുതിയ ഇന്ത്യയിൽ സുഖകരമായി നമുക്ക് ജീവിക്കണമെങ്കിൽ, ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവരോടൊപ്പം ഇഴുകിച്ചേരാൻ, മതത്തെ മിനുക്കി 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 മാനവികതയുടെ മേമ്പൊടി ചേർത്തു സുഖകരമായി നമുക്ക് ജീവിക്കാം. അങ്ങനെ സുഖകരമായി ജീവിക്കാതെ റിസ്ക് എടുത്താലാണ് ഒരു വിശ്വാസിക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ സാധിക്കുക. റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തെ പറയുക എന്നുള്ളത് ഒരു വലിയ റിസ്ക്കാണ്. ആ സത്യം ഒന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സത്യത്തെ ഉറക്കപ്പറയുക എന്നുള്ള കാലഘട്ടത്തിൻ്റെ ദൗത്യമാണ് ഈ ചെറിയ പുസ്തകത്തിലൂടെ, ഈ കനപ്പെട്ട ഗ്രന്ഥരചനയിലൂടെ അക്ബർ സാഹിബ് നിർവഹിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്, ഈ പ്രൗഢമായ സദസ്സിൽ ബൗദ്ധിക സംവാദമടക്കം നടക്കുന്ന ഈ സംഗമത്തിൽ സംബന്ധിക്കാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായി മനസ്സിലാക്കി, ഈ പുസ്തകരചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച അണിയറയിൽ നിന്ന് എല്ലാവരെയും ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്തു. അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.